മധുരൈ തിരുപ്രംകുണ്ട്രം മലമുകളിൽ ദീപം തെളിയിക്കൽ തടഞ്ഞ സംഭവം പാർലമെന്റിൽ ഉന്നയിച്ച് കേന്ദ്രമന്ത്രി എൽ മുരുകൻ. കോടതി ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ആരാധന നടത്താൻ അനുവദിച്ചില്ലെന്ന് കേന്ദ്രമന്ത്രി. 1862 മുതൽ തുടർന്നു വരുന്ന ഹിന്ദു ആരാധനയാണ് 144 പ്രഖ്യാപിച്ച് സർക്കാർ തടഞ്ഞത്. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് കേന്ദ്രമന്ത്രി വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത്. നന്ദഗോപൻ നൽകും. നന്ദൻ, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഹിന്ദു മുന്നണി ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്തതാണ്. ഇപ്പോൾ പാർലമെന്റിനകത്തും ഈ ഹൈന്ദവ ആരാധന തടഞ്ഞ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തിരുപ്പുറംകുണ്ടത്തെ തൃക്കാർത്തിക ദീപം തെളിയിക്കുന്നതിൽ നിന്നും ഭക്തരെ തടഞ്ഞ സംഭവം എന്നുള്ളതാണ്. ഭക്തരെ ബലമായി പോലീസ് തടയുകയായിരുന്നു. കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ അത് മാനിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ചൂണ്ടിക്കാണിച്ചത്. ഇത് കൃത്യമായ ഗൂഢമായ അജണ്ടയുടെ ഭാഗമാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലും ഈ വിഷയം ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിലും ഈ വിഷയം തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു ുള്ള അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഗൂഢമായ അജണ്ട ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട കൂടി ഇത് ഉൾക്കൊള്ളുന്നു. DMK സർക്കാരിന് ഇതിന് പിന്നിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്നും കോടതി, അതായത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പോലും മാനിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഭക്തരുടെ അഭിഭാഷകനും ഇന്നിപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. കോടതി ഈ ഒരു വിഷയം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ച സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ പാർലമെൻറ്റിലും ഈ ഒരു വിഷയം ചർച്ചയായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിനപ്പുറത്തേക്ക് ഇത് രാജ്യത്താകമാനം വലിയ ഒരു പ്രതിഷേധങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടി ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും തിരുപ്പുറക്കുണ്ട്രത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു ഭക്തജന സംഗമം ഇതിനോടകം തന്നെ ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ തിരുപ്പുറംകുണ്ട്രത്ത് നടത്തുകയുണ്ടായി. ഇതിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മുരുക ഭക്തർ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധങ്ങളിലേക്ക് കൂടി കടക്കുന്നു. അതിനൊപ്പം തന്നെ പാർലമെൻറ്റിലും കോടതിയിലും സമാനമായ വിഷയം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സനാതനധർമ്മത്തെ ഏത് വിധത്തിൽ തകർക്കാൻ കഴിയുമെന്നുള്ള DMK സർക്കാരിൻ്റെ നിലപാടുകളെയാണ് പ്രധാനമായും തമിഴ്നാട്ടിലെ ഹിന്ദു മുന്നണി അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ്. ഈ തിരുപ്പുറംകുണ്ട്രം മാത്രമല്ല, പഴനി അടക്കമുള്ള മറ്റ് ക്ഷേത്രങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. 6 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ ഈ മുരുകനുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ക്ഷേത്രങ്ങളെല്ലാം തന്നെ കൈയടക്കുവാൻ വേണ്ടി ഒരു വിഭാഗം ക്രിസ്ത്യൻ മിഷണറികൾ ശ്രമിക്കുന്നു. അതിന് ഒത്താശ ചെയ്യുവാൻ വേണ്ടി DMK സർക്കാർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ DMK അതിനൊപ്പം കൂട്ടുചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. തിരുപ്പുറക്കുണ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇസ്ലാമിക ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ബാവയുടെ പേരിലാണ് തിരുപ്പുറംകുണ്ട്രം. ആ ബാവ സിക്കന്ദർ എന്ന് പറയുന്ന ബാവ ജീവിച്ച് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു തിരുപ്പുറംകുണ്ട്രം എന്നുള്ളതാണ് ഇപ്പോൾ ഈ തിരുപ്പുറംകുണ്ട്രത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വാദം. അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരും അതിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ്. ഇത് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു മുന്നണി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കൂടി കടക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ പാർലമെൻറ്റിലും സുപ്രീം കോടതിയിലും വിഷയം ഉയർന്നു നിൽക്കുന്നു. ഗൗതം. തിരുപ്പുറംകുണ്ടത്ത് ഹൈന്ദവ ആരാധനാലയത്തിൽ നടക്കേണ്ട ദീപപ്രോജ്വലനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പാർലമെന്റിൽ ഉന്നയിക്കുകയാണ് BJP. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി എൽ മുരുകനാണ് ഈ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നന്ദഗോപനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.